ഹലോ മക്കളെ, പ്ലസ് ടുവിലുള്ള എല്ലാ മക്കളും കാത്തിരുന്ന സെക്കൻഡ് ടേം എക്സാം ടൈം ടേബിൾ ഇതാ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു എക്സാം കാലഘട്ടമാണ് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് സെക്കൻഡ് ടേം എക്സാം, പിന്നീട് ലാബ് എക്സാംസിൻ്റെ മോഡൽ, പിന്നെ ലാബിൻ്റെ മെയിൻ എക്സാം, പിന്നെ തിയറിയുടെ മോഡൽ എക്സാം, തിയറിയുടെ മെയിൻ എക്സാം. ഒരു എക്സാം കാലഘട്ടം വരാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ ആരംഭമാണ് സെക്കൻഡ് ടേം എക്സാം. ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഡിസംബർ 8 തീയതിയാണ് നിങ്ങളുടെ സെക്കൻഡ് ടേം എക്സാം ആരംഭിക്കുക. പക്ഷേ കുറച്ച് മാറ്റമുണ്ട്. ഇത്തവണ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ഡിസംബർ 16 തീയതിയാണ്. ഏകദേശം ഇനി ഒരു മാസത്തോളമാണ് നിങ്ങൾക്ക് ബാക്കി നിൽക്കുന്നത്. ഈ കാണുന്ന ഒരു മാസം ഏറ്റവും ഗംഭീരമായി പഠിക്കുകയാണെങ്കിൽ മക്കളെ മനസ്സിലാക്കേണ്ട കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ മെയിൻ എക്സാമിൻ്റെ മെജോറിറ്റി സിലബസ് നമ്മൾ പഠിച്ചു കഴിയും. മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഏത് വിഷയമാണെങ്കിലും സെക്കൻഡ് ടേം എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് മെയിൻ എക്സാമിൻ്റെ സിലബസിനേക്കാളും 1-2 പാഠം മാത്രം കുറവ്. അതായത് നിങ്ങൾ കണക്കാക്കേണ്ടത് ഇതാണ് നമ്മുടെ ആദ്യത്തെ മോഡൽ എക്സാം. രണ്ടാമത്തെ മോഡൽ എക്സാം നമുക്ക് നടക്കാൻ വേണ്ടി പോകുന്നത് ഫെബ്രുവരി. അങ്ങനെ തന്നെ കണക്കാക്കി വേണം ഏതൊരു വിദ്യാർത്ഥിയും സെക്കൻഡ് ടേം എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ലാസ്റ്റ് അക്കാദമിക് ഇയറിലെ നിങ്ങൾ എഴുതിയ നിങ്ങളുടെ +1 സെക്കൻഡ് ടേം എക്സാം അത്യാവശ്യം ഹാർഡായിരുന്നു. അതുപോലെ തന്നെ ഒരു ഹാർഡ്നെസ് നമുക്ക് എന്താണ് ഇവിടെയും വേണമെങ്കിൽ ഉണ്ടാവാം. LP, UP, ഹൈസ്കൂൾ എല്ലാ ക്ലാസ്സിലെയും ഓണപരീക്ഷയുടെ പാറ്റേൺ എൻറ്റയർലി മാറിയാണ് ഇത്തവണ വന്നിരുന്നത്. അതുകൊണ്ട് നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള പരീക്ഷയാണ് സെക്കൻഡ് ടേം എക്സാം. അതുകൊണ്ട് എല്ലാ മക്കളും ഏറ്റവും ഗംഭീരം പഠിക്കുക. നമുക്ക് നേരത്തെ തന്നെ ടൈം ടേബിൾ പരിശോധിക്കാം. ഡിസംബർ 16 തീയതി ഫിസിക്സ് വെച്ചാണ് നിങ്ങളുടെ എക്സാമിനേഷൻ ആരംഭിക്കുന്നത്. ആൻഡ് ദെൻ 17 തീയതി ബയോളജിയും, 18 തീയതി മാത്സും, 19 തീയതി ഇംഗ്ലീഷും, 20 തീയതി സെക്കൻഡ് ലാംഗ്വേജും. അടുപ്പിച്ച് 5 ദിവസം പരീക്ഷ. ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന എക്സാമിനേഷൻ. ഞായറാഴ്ച ഗ്യാപ്പിന് ശേഷം 22 തീയതി കെമിസ്ട്രി എക്സാമിനേഷൻ ആണ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ഒരു ക്രിസ്മസ് വെക്കേഷൻ പോകുന്നു. അതിനുശേഷം 6 തീയതി കമ്പ്യൂട്ടർ സയൻസ് എക്സാമിനേഷൻ. അപ്പോൾ CS പഠിക്കാൻ വേണ്ടി ഗ്യാപ്പ് ഉണ്ട്. വേണമെങ്കിൽ പറയാം കെമിസ്ട്രിക്ക് വേണ്ടി ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. വേറെ ഒരു വിഷയത്തിൽ നമുക്ക് എന്താണ് ഗ്യാപ്പ് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ മക്കളും ഇപ്പോൾ തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് പഠിക്കണം. ഏറ്റവും ഉഷാറായിട്ട് പഠിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് ഇനിയുള്ളൊരു ഒരു മാസം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. ഏറ്റവും ഗംഭീരമായിട്ട് നിങ്ങളുടെ +2 സെക്കൻഡ് ടേം എക്സാം മാറ്റണം.